അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കഷ്ണട്ടുള്ള സാമ്പാറിന് അതിന് ഞാൻ ചെറിയ ഗ്ലാസിൻ്റെ അര ഗ്ലാസ് പരിപ്പാണ് കഴുകി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു സവാള, 2 തക്കാളി, പിന്നെ ഒരു 150 ഗ്രാം കുമ്പളങ്ങ നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യമായ കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് പരിപ്പിൻ്റെ കൂടെ ഈ കഷ്ണങ്ങൾ മൂന്നും ഇട്ടിട്ട് നമ്മൾ വേവിക്കാം. ബാക്കി കഷ്ണങ്ങൾ നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിക്കുമ്പോഴാണ് ഇടുന്നത്. അപ്പം നമുക്കിത് നന്നായി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ മത്തങ്ങയും മുരിങ്ങക്കായും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. മത്തങ്ങ ആദ്യമേ ചേർത്ത് കൊടുത്താൽ മുരിങ്ങക്കായും ചേർത്ത് കൊടുത്താൽ അത് ഉടഞ്ഞ് പോകും. അതുകൊണ്ട് നമ്മൾ അത് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കഷ്ണം മത്തങ്ങയും ഒരു ചെറിയ മുരിങ്ങക്കായും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുക. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായി നമ്മൾ ഇളക്കി കൊടുക്കുക. കഷ്ണട്ട സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മൾ പരിപ്പ് എപ്പോഴും കുറവ് ഇട്ടാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ സാമ്പാർ പൊടി, അത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. തേങ്ങ അടക്കം വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉണ്ടാക്കി വെച്ച സാമ്പാർ പൊടിയിൽ നിന്ന് ഞാൻ 2 ടീസ്പൂൺ സാമ്പാർ പൊടി, സാദാ സ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വെട്ടി തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരും. അപ്പോൾ നമുക്കത് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്തിട്ട് ഇവിടെ ഞാൻ ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഉണ്ടാക്കിയതാണ് വീട്ടിലേക്ക്. അപ്പോൾ അതിന് ഞാൻ തേങ്ങയും കൂടി അരച്ച് ചേർത്ത് എല്ലാം ചേർത്തിട്ടുള്ളതാണ്, വറുത്ത് പൊടിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി അതൊരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തിളച്ചാൽ കഴിഞ്ഞാൽ ആ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ചീനിച്ചട്ടി ചൂടായി. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ കടുകിട്ട് കൊടുത്തു. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉലുവ 2 മണി ഇട്ട് കൊടുത്തു. അപ്പോൾ കടുകും ഉലുവൊക്കെ പൊട്ടി വന്നു. അപ്പോൾ പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് താളിപ്പ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ താളിപ്പ് കറിയിൽ ഒഴിച്ച് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ 2 മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കഷ്ണട്ട സാമ്പാർ ഇതേപോലെയാണ്. കഷ്ണം നമ്മൾ വേവ് കുറവുള്ള കഷ്ണങ്ങൾ പുളി പിഴിഞ്ഞ് വയ്ക്കുന്ന നേരത്ത് ഇട്ടാൽ മതി. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കി നോക്കണം കേട്ടോ. ഞാൻ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ്. അങ്ങനെ നമ്മളുടെ കഷ്ണങ്ങൾ ചേർത്ത നല്ല രുചികരമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.